നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. യുവാവ് കായലിൽ വീണു മരിച്ചു. കൊല്ലം തങ്കശ്ശേരി സ്വദേശി സിനാൻ ഷാനവാസ് ആണ് മരിച്ചത്. 20 വയസ്സായിരുന്നു. ദലിത് ജീവനക്കാരിയുടെ സീറ്റിൽ ശുദ്ധികലശം നടത്തിയ സംഭവം. കർശന നടപടി വേണമെന്ന് KPMS കുണ്ടറ താലൂക്ക് യൂണിയൻ കമ്മിറ്റി. കേരളത്തിൽ അടുത്ത കാലത്തായി പട്ടികജാതി വർഗ പീഡനങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും കുറ്റപ്പെടുത്തൽ. മരം വീണ് ഗതാഗത തടസ്സം. KP റോഡിൽ നൂറനാട് ലെപ്രസി ആശുപത്രിക്ക് സമീപമാണ് സംഭവം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. രണസ്മരണകൾ പുതുക്കി ഓച്ചിറക്കളിക്ക് തുടക്കം. കളരികളിൽ ആചാരങ്ങളോടെ കളരി പൂജയും കാഴ്ചക്കളിയും നടത്തി. പോരാട്ടവീര്യം പൂർണ്ണമായി പരബ്രഹ്മഭൂമിയിൽ സമർപ്പിച്ച് തിങ്കളാഴ്ച ഓച്ചിറക്കളി സമാപിക്കും. കാളച്ചന്തയും കന്നുകാലി കാർഷിക പ്രദർശനവും 17 മുതൽ 19 വരെ പടനിലത്ത്. വിശദമായ വാർത്തകളിലേക്ക്. യുവാവ് കായലിൽ വീണു മരിച്ചു. കൊല്ലം തങ്കശ്ശേരി സ്വദേശി സിനാൻ ഷാനവാസ് ആണ് മരിച്ചത്. 20 വയസ്സായിരുന്നു. സിനാനെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ കായലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് വീട്ടിൽ നിന്ന് പോയ സിനാൻ രാത്രിയായിട്ടും തിരിച്ചെത്തിയില്ല. മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. തുടർന്ന് ബന്ധുക്കൾ വെസ്റ്റ് പോലീസിൽ പരാതി നൽകി. ഇതിനിടെ ഇദ്ദേഹത്തിന്റെ ബൈക്ക് അഷ്ടമുടി കായലിലെ ഓലയിൽ കടവ് പാലത്തിന് സമീപത്തു നിന്നും കണ്ടെത്തി. തുടർന്ന് തിരച്ചിൽ നടത്തി. തിരച്ചിൽ നടക്കുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കൊല്ലം തങ്കശ്ശേരി തോട്ടക്കാട്ട് നഗർ 10 കലവറത്തക്കതിൽ ഹൌസിൽ ഷാനവാസിന്റെയും സജീന ബീഗത്തിന്റെയും മകനാണ് സിനാൻ ഷാനവാസ്. സഹദ് ഷാനവാസ് ആണ് സഹോദരൻ. സംഭവത്തിൽ വെസ്റ്റ് പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കരുനാഗപ്പള്ളിയിൽ പകൽ വീട് ഉദ്ഘാടനം ചെയ്തു. ചവറ സ്നേഹക്കൂട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയാണ് പകൽ വീട് ഒരുക്കിയത്. ജീവിതയാത്രയിൽ ഒറ്റപ്പെട്ടു പോകുന്ന വയോജനങ്ങൾക്ക് തണലാകുക എന്ന ലക്ഷ്യത്തോടെയാണ് പകൽ വീട് ഉദ്ഘാടനം ചെയ്തത്. ജീവിതയാത്രയിൽ ഒറ്റപ്പെട്ടു പോകുന്ന വയോജനങ്ങൾക്ക് തണലാകുക എന്ന ലക്ഷ്യത്തോടെയാണ് ചവറ സ്നേഹക്കൂട് സോഷ്യൽ സർവീസ് സൊസൈറ്റി പകൽ വീട് ഒരുക്കിയത്. സ്നേഹക്കൂട് സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് P. നളിനി പ്രഭ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് അത് പല പരിപാടികളുമായി പല സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. 2025 ഏപ്രിൽ മാസം 9-ാം തീയതിയാണ് ഇത് നിയമപരമായി രജിസ്റ്റർ ചെയ്യുന്നത്. ഏകദേശം 2 മാസങ്ങൾക്ക് ശേഷം ഒരു ചെറിയ കാലയളവ് കൊണ്ട് തന്നെ ഒരു പകൽ വീട് എന്ന ഞങ്ങളുടെ ആദ്യ പ്രോജക്റ്റ് സഫലമാക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും. സ്വാഗത പ്രസംഗിക പറഞ്ഞതുപോലെ ചാരിറ്റി ചെയ്യാൻ സന്മനസ്സുള്ള ഞങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഈ സൊസൈറ്റി രൂപീകരണത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയത്. ഇതിനു മുമ്പും പല സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ഞങ്ങൾ വ്യാപൃതരായിരുന്നു. ഒരു സംഘടിതമായ ഒരു ശ്രമമെന്ന രൂപത്തിലാണ് സ്നേഹക്കൂട് സോഷ്യൽ സർവീസ് സൊസൈറ്റി എന്ന ഈ പ്രസ്ഥാനത്തിന് ഞങ്ങൾ രൂപം നൽകിയത്. സെക്രട്ടറി ഗിരിജകുമാരി ഭദ്രദീപം തെളിച്ചു. വൈസ് പ്രസിഡന്റ് പ്രതാപൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാംഗം പ്രസന്ന, മേഴ്സി സെബാസ്റ്റ്യൻ, സന്ധ്യ, കെന്നത്ത് ഗോമസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. മെറിറ്റ് അവാർഡ് വിതരണം നടത്തി. വടക്കൻ മൈനാഗപ്പള്ളി നവോദയ ഗ്രന്ഥശാലയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആദരിക്കൽ, അനുമോദനം, പഠനോപകരണ വിതരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. വടക്കൻ മൈനാഗപ്പള്ളി നവോദയ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് മെറിറ്റ് അവാർഡ് വിതരണം സംഘടിപ്പിച്ചത്. പൊതുസമ്മേളനം, ആദരിക്കൽ, അനുമോദനം, പഠനോപകരണ വിതരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിൽ പ്രവർത്തിക്കുന്നവർ എല്ലാവരും തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരായാലും വിവിധ സമുദായത്തിലുള്ളവരാണെങ്കിലും എല്ലാവരും ഒരുമിച്ച് ഏകോദര സഹോദരങ്ങളോടെ പ്രവർത്തിക്കുന്നതാണ് ഇപ്പോൾ വളരെ സന്തോഷമുള്ളത്. ഇന്ന് ഇവിടെ നടത്തുന്ന ഈ പരിപാടി നമുക്കറിയാം, വിദ്യാഭ്യാസ രംഗത്ത് നിരവധി വിജയങ്ങൾ കരസ്ഥമാക്കിയ കുഞ്ഞുങ്ങൾ അവർക്ക് ഇന്ന് അവാർഡ് നൽകുകയാണ്. പഴയ കാലങ്ങൾ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു അവാർഡ് വിതരണമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും പ്രോത്സാഹനങ്ങളും ഗ്രന്ഥശാലകളായാലും മാതാപിതാക്കളായാലും
മറ്റുള്ള ഒരുപാട് പേർ നൽകി വരുന്നു. SP K അശോക് കുമാറിനെ ആദരിക്കലും SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും നിർവഹിച്ചു. പണ്ട് കാലങ്ങളിലൊക്കെ ഇന്ന് നമുക്ക് വിജ്ഞാനം, നമുക്ക് നെറ്റ് ഇതെല്ലാം നമുക്ക് മൊബൈലെല്ലാം കിട്ടുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ നമുക്ക് ഇതൊന്നും ഇല്ല. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ നെറ്റ് അതിനുള്ള യാതൊരു കമ്പ്യൂട്ടർ പോലും ഇല്ല. ഞാൻ 84 സർവീസിൽ കയറി കഴിഞ്ഞതിന് ശേഷമാണ് മൊബൈലിന്റെയൊക്കെ ആവിർഭാവം ഉണ്ടാകുന്നത്. അപ്പൊ അന്നൊക്കെ ഞങ്ങൾ ആശ്രയിച്ചിരിക്കുന്ന തികച്ചും വായനശാലകളെ അല്ലെങ്കിൽ ഗ്രന്ഥശാലകളെ. ജില്ലാ പഞ്ചായത്ത് അംഗം C ശ്യാമളയമ്മ +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം S ശശികല വനിതാ വായന മത്സരത്തിൽ ജില്ലാതലത്തിൽ പങ്കെടുത്തവരെ അനുമോദിച്ചു. കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി S ശശികുമാർ ബാലകലോത്സവം വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM സയ്യിദ് പഠനോപകരണ വിതരണം നിർവഹിച്ചു. അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു കേട്ടും പോകുമ്പോൾ നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് ഭാഗപ്പെടുത്തിയെടുക്കാനുള്ള പ്രയാസം. പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ കുട്ടികളുടെ എണ്ണം 1/2 ഡസൻ, 3/4 ഡസൻ, 1 ഡസൻ ഇങ്ങനെയായിരുന്നു. ഇന്ന് ഒരു കുട്ടി 2 കുട്ടി. ഗ്രന്ഥശാല പ്രസിഡന്റ് KP അൻസാർ അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥശാല സെക്രട്ടറി G അരുൺകുമാർ സ്വാഗതം പറഞ്ഞു. മനാബ് മൈനാഗപ്പള്ളി, ജലജ രാജേന്ദ്രൻ, B രാധാകൃഷ്ണപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ദലിത് ജീവനക്കാരിയുടെ സീറ്റിൽ ശുദ്ധികലശം നടത്തിയ സംഭവത്തിൽ കർശന നടപടി വേണമെന്ന് KPMS കുണ്ടറ താലൂക്ക് യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം നടത്തി. കേരളത്തിൽ അടുത്ത കാലത്തായി പട്ടികജാതി വർഗ പീഡനങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും യോഗം കുറ്റപ്പെടുത്തി. ദളിത് ജീവനക്കാരി സ്ഥലം മാറിപ്പോയപ്പോൾ ശുദ്ധികലശം നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് KPMS കുണ്ടറ താലൂക്ക് യൂണിയൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കേരളത്തിൽ അടുത്ത കാലത്തായി പട്ടികജാതി വർഗ പീഡനങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും ഇതിനെതിരെ സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും യോഗം കുറ്റപ്പെടുത്തി. നെടുങ്കണ്ടം ഉടുമ്പൻചോലയ്ക്കടുത്തുള്ള സ്കൂളിൽ സഹപാഠിയുടെ ഛർദിൽ 6 വയസ്സുള്ള ദളിത് കുട്ടിയെ കൊണ്ട് നിർബന്ധിച്ച് അധ്യാപിക വാരിക്കളയിപ്പിച്ചു. കിളിമാനൂരിലെ രാജാ രവിവർമ്മ സ്കൂളിലെ അധ്യാപകർ തമ്മിലുള്ള പടലപ്പിണക്കത്തിന് ഇരയായത് ഒരു ദളിത് പെൺകുട്ടിയാണ്. 100 കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ ഒരു ദളിത് പെൺകുട്ടിയെ മാത്രം തിരഞ്ഞുപിടിച്ച് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്ന് വ്യാജ പ്രചരണം നടത്തിയാണ്. ഒരു വനിതയിരുന്ന സീറ്റ് ശുദ്ധികലശം ചെയ്തു എന്നത് വ്യക്തിഹത്യയ്ക്കും തുല്യമാണ്. കുറ്റക്കാർക്കെതിരെ പട്ടികജാതി പീഡന നിരോധന നിയമം ഉൾപ്പെടെയുള്ള വകുപ്പ് ചുമത്തി കേസെടുത്ത് അറസ്റ്റ് ചെയ്യണം. ഇതിനെതിരെ പട്ടികജാതി കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകുമെന്നും യോഗം വ്യക്തമാക്കി. കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിങ്, പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ബിന്ദുവിന് നേരിടേണ്ടി വന്ന പീഡനം, അവസാനമായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ ഭരണപരിഷ്കാര അഡ്മിനിസ്ട്രേറ്റീവ് വിജിലൻസ് സെല്ലിൽ ഓഫീസ് അറ്റൻഡന്റായിരുന്ന കോന്നി സ്വദേശിനി ഉപയോഗിച്ച കസേരയും മേശയും ഓഫീസിന് പുറത്തിട്ട് ശുദ്ധികലശം നടത്തിയ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രേമാനന്ദ് തെക്കുംകരയെ പട്ടികജാതി പീഡന നിരോധന നിയമം അനുസരിച്ച് കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നും കേരള പുലയർ മഹാസഭ ആവശ്യപ്പെടുന്നു. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പട്ടികജാതി വർഗ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ OR കേളുവിനും KPMS പരാതി നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നു. യൂണിയൻ കമ്മിറ്റി പ്രസിഡന്റ് ഇളമ്പള്ളൂർ തുളസീധരൻ അധ്യക്ഷത വഹിച്ചു. വിജയകുമാർ പുന്നത്തടം, ലൈജു കട്ടകശ്ശേരിൽ, അശോകൻ, സന്തോഷ് തണ്ണിക്കോട്, ആനന്ദ് ബാബു, സുലജ, ഓമനക്കുട്ടൻ, രാജേഷ് കാഞ്ഞാവിളി, പ്രഭാകരൻ പാട്ടമുക്ക് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. ധീരജവാന്മാരുടെ ഫോട്ടോ അനാച്ഛാദനവും ഇതോടനുബന്ധിച്ച് നടത്തി. വിമുക്ത ഭടഭവൻ ഓച്ചിറ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സേവാ കേന്ദ്ര ഉദ്ഘാടനവും ധീരജവാന്മാരുടെ ഫോട്ടോ അനാച്ഛാദനവും സംഘടിപ്പിച്ചു. വിമുക്ത ഭടഭവൻ ഓച്ചിറ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഓച്ചിറ യൂണിറ്റ് ആസ്ഥാന മന്ദിരത്തിൽ നടത്തിയ പരിപാടി മധുകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെയല്ലേ സാർ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോഴെല്ലാവർക്കും നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ പറയുന്നത് 2022-23 ഞാൻ എടുത്ത ചാർജ് എടുത്ത കുറച്ച് നാളെയായിരുന്നു. 2022, 23, 24 കാലഘട്ടത്തിലെ എല്ലാ ബില്ലുകളും പെൻഡിങ് ആയിട്ടുള്ള എല്ലാ ബില്ലുകളും എല്ലാവർക്കും പൈസ ഒന്നും തുടങ്ങിയിട്ടില്ലേ സാറേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? QR കോഡ് ഉണ്ട്. ആ QR കോഡ് ജസ്റ്റ് നിങ്ങളുടെ ക്യാമറ വെച്ച് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് ഇനി പറയാനുള്ളത് ഉള്ളത്. സാറേ എൻ്റെ കാർഡ് നമ്പർ സോൻസോ ആണ്, ഞാൻ സർജൻ അല്ലെങ്കിൽ ആളില്ല സോൻസോ ആണ്, പോളിക്ലിനിക് കുണ്ടറയുടെ ബെനിഫിഷ്യറിയാണ്. ഈ രീതിയിൽ കാര്യങ്ങളിലൂടെ ഇത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്താൽ നല്ലതായിരുന്നു.
KCSL ഓച്ചിറ യൂണിറ്റ് പ്രസിഡന്റ് N ജനാർദ്ദനൻ പിള്ള അധ്യക്ഷത വഹിച്ചു. ധീരജവാന്മാരുടെ ഫോട്ടോ അനാച്ഛാദന കർമ്മം സംസ്ഥാന വൈസ് പ്രസിഡന്റ് കേണൽ ശശികുമാർ ഡിയും ജില്ലാ പ്രസിഡന്റ് സതീഷ് ചന്ദ്രനും നിർവഹിച്ചു. IESL ദേശീയ കൌൺസിൽ അംഗം P സതീഷ് ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ഈ അതിഗംഭീരമായ കുടുംബ സംഗമവും 59-ൽ കൂടുതൽ ആൾക്കാരെ ആദരിക്കുകയും ചെയ്തൊരു ചടങ്ങ് നിങ്ങളേവരും കണ്ടതാണ്. അതിൻ്റെ എല്ലാം വിജയവും അതിൻ്റെ എല്ലാ സഹായവും ഈ ഇരിക്കുന്ന കേരള സ്റ്റേറ്റ് എക്സ് സർവീസസിൽ ഓച്ചിറ യൂണിറ്റിൻ്റെ അംഗങ്ങളാണ്. നിങ്ങൾ തന്നെ ഈ സ്നേഹോപകാരത്തിന് മുമ്പിൽ തല ചുമിക്കാനേ ഞങ്ങളെ കൊണ്ടാവും. എപ്പോഴും എന്തിനും പ്രയോജനം തരിക എന്നുള്ള വലിയ ഒരു സന്ദേശമാണ് ആദ്യം മുതൽ 2005 മുതൽ 2003 മുതൽ ഈ സംഘടന തുടങ്ങിയപ്പോൾ മുതൽ ഓച്ചിറ യൂണിറ്റിലെ കേരള എക്സ് സർവീസസ് ലീഗ് തന്നുകൊണ്ടിരിക്കുന്നു. യൂണിറ്റ് ട്രഷറർ രാജേന്ദ്രൻ പിള്ള അനുസ്മരണം നിർവഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി C തുളസീധരൻ പിള്ള സ്വാഗതം പറഞ്ഞു. തുളസി ശങ്കർ, ജയശ്രീ ദിനമണി, ഉമാദേവി, ശ്രീദേവി എസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ലഹരി ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പിതാവിന്റെ സ്മരണാർത്ഥം ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. മുൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സദാശിവന്റെ സ്മരണാർത്ഥമാണ് കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബിൽ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. 150ഓളം പേർ മത്സരത്തിൽ പങ്കെടുത്തു. ലഹരി ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പിതാവിന്റെ സ്മരണാർത്ഥമാണ് ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. അന്തരിച്ച മുൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സദാശിവന്റെ സ്മരണാർത്ഥം കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബിൽ ചെസ് പ്രേമികളായ മക്കളാണ് മത്സരം ആസൂത്രണം ചെയ്തത്. ചെസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ലഹരിയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന ലക്ഷ്യത്തോടെ ചെസ് അസോസിയേഷന്റെ മേൽനോട്ടത്തിലാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. 4 ജില്ലകളിൽ നിന്നായി 19 വയസ്സിന് താഴെയുള്ള 150-ൽ പരം പേരാണ് മത്സരത്തിൽ പങ്കാളികളായത്. മത്സരത്തിന്റെ ഉദ്ഘാടനവും വിജയികൾക്കുള്ള സമ്മാനദാനവും നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റജി ഫോട്ടോ പാർക്ക് നിർവഹിച്ചു. ഏറ്റവും വലിയ പക്ഷേ എനിക്ക് വളരെ ഇന്ന് ഈ ചടങ്ങിനെ ക്ഷണിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. മിക്കവാറും നമ്മളിലുള്ളവർ അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെ ചിന്തിക്കുന്നത് അച്ഛൻ്റെ ചരമവാർഷികമാകുമ്പോൾ ക്ഷേത്രത്തിലോ പള്ളിയിലോ കൊണ്ടുവന്ന് അവിടെ പൂജകൾ നടത്തി ആത്മാവിന് ശാന്തി തകരും നൽകുന്ന രീതിയിലുള്ള പ്രാർത്ഥന നടത്തി പോകുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ശ്രീ സദാശിവൻ സാറിൻ്റെ അമ്മയും മകനും ചിന്തിച്ചത് ഒരു വ്യത്യസ്തതയാണ്. അതേ രീതിയിൽ പറയാതെ പോയാൽ എനിക്കൊരു വിഷമമുണ്ടാകുന്നത് ഞാനത് ഇപ്പോൾ നമുക്കറിയാം, മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെട്ടു പോകുന്ന ഒരു തലമുറയിൽ ആണ് നമ്മൾ. ചെസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സുനിൽ വി അധ്യക്ഷത വഹിച്ചു. പരിശീലകൻ ഉണ്ണികൃഷ്ണൻ, മനേഷ്, ശിവദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. KP റോഡിൽ നൂറനാട് ലെപ്രസി ആശുപത്രിക്ക് സമീപമാണ് സംഭവം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. KP റോഡിൽ നൂറനാട് ലെപ്രസി ആശുപത്രിക്ക് സമീപമാണ് മരം റോഡിലേക്ക് വീണത്. അല്പനേരം ഗതാഗതം തടസ്സപ്പെട്ടു. കായംകുളത്തു നിന്നും അഗ്നിരക്ഷാ സേനയും നൂറനാട് പോലീസും ചേർന്ന് മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. ജീവിത വഴിയിൽ തളരാതെ ഉറച്ച മനസ്സോടെ ഒരു വീട്ടമ്മ. തണലാകുമെന്ന് കരുതിയവർ ഉപേക്ഷിച്ചു പോയപ്പോൾ കുടുംബം പോറ്റാനായി ഓട്ടോറിക്ഷ ഓടിക്കുകയാണിവർ. പരിചയപ്പെടാം കൂട്ടിക്കട സ്റ്റാൻഡിലെ ഏക വനിതാ ഓട്ടോ ഡ്രൈവറായ ഷഹബാനത്തിനെ. ജീവിത വഴിയിൽ ദുരിതം മാത്രമായിരുന്നു ഷഹബാനത്തിന് കൂടെയുണ്ടായിരുന്നത്. പക്ഷേ തോൽക്കുവാൻ ഷഹബാനത്ത് തയ്യാറായിരുന്നില്ല. കൊല്ലം മയ്യനാട് കൂട്ടിക്കടയിൽ ഓട്ടോറിക്ഷ ഓടിച്ച് കുടുംബം പോറ്റുകയാണ് ആലുമൂടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഷഹബാനത്ത്. സുരേന്ദ്രൻ, ഈ നിങ്ങളുടെ ഈ ഓട്ടോ സ്റ്റാൻഡിൽ ഏക വനിതാ ഓട്ടോ ഡ്രൈവറാണോ ഷഹബാനത്ത്? അതെ അതെ. എത്ര വർഷമായി? എന്നും രാവിലെ വരൂ? എന്നും രാവിലെ വരും. രാവിലെ വരാൻ ബുദ്ധിമുട്ടായ കാര്യം, ഒരു പെൺകുട്ടിയാണ്. അതിനൊക്കെ സ്കൂളിലൊക്കെ ചെറിയ ദിവസം വരാൻ പറ്റുള്ളൂ. അത് വാടകയില്ല, താമസം ഭർത്താവ് ഇല്ല, ഇവിടെ കഷ്ടപ്പെട്ടാ ജീവിക്കുന്നത്, അത് ഓടിയാ ജീവിക്കുന്നത്. അതെന്തായാലും ഒരു ഈ പുരുഷന്മാർക്കിടയിൽ ഒരു സ്ത്രീ ഇവിടെ എന്തായാലും തൻ്റെ അടുത്തുള്ളൊരു ഓട്ടോട് ജീവിക്കാനുള്ള ഒരു തൻ്റെ ഉണ്ടല്ലോ, അത് വലിയൊരു.
വിദ്യാർത്ഥിയായ മകൾ മാത്രമാണ് കൂട്ടിനായുള്ളത്. വർഷങ്ങൾക്ക് മുമ്പേ ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാണ് ഷഹബാനത്തിനെ. വാടകയ്ക്കാണ് കുടുംബത്തിന്റെ താമസം. മാസം 6000 രൂപയോളം വാടക ഇനത്തിലാകും. മകളെയും പഠിപ്പിക്കണം. ഓട്ടോ ഓടിച്ചു കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ് ഈ കുടുംബത്തിന്റെ ഏക ആശ്രയം. പൊതുവെ ഇപ്പോൾ ഓട്ടം കുറവാണെന്നും ഷഹബാനത്ത് പറയുന്നു. കുട്ടികളിൽ എത്ര വർഷമായി ഓട്ടം? 7 വർഷമായി. കുടുംബം പോറ്റാനാണ്? കുടുംബം നോക്കാൻ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുകയാണ് കിടന്നത്. ആരൊക്കെയല്ലേ വീട്ടിൽ? വീട്ടിൽ ഞാനും മോളും മാത്രമേ ഉള്ളൂ. പിന്നെ വീടില്ല. സ്വന്തമായിട്ട് വീടില്ല. ഇല്ല. പ്രയാസത്തിലാണ്, വാടകയ്ക്കാണ് അല്ലേ? ഓട്ടവും മോശം, ഓട്ടവും കുറവ്. ഹസ്ബൻഡ് 10-20 വർഷമായി. പിണക്കത്തിലാണോ? പിണക്കത്തിലാണ്. നമ്മളെ നോക്കത്തൊന്നുമില്ല. അങ്ങനെ നോക്കാത്തതുകൊണ്ടാണ് ഈ ഓട്ടോ എടുത്ത് ഇവിടെ കുട്ടികളെ നമ്മൾ കുടുംബം പോറ്റാനും വേണ്ടി വന്നത് അല്ലേ? 9 വർഷമായി. 7 വർഷമായി അല്ലേ ഈ ഓട്ടോ ഇവിടെ ഇപ്പോൾ ഓട്ടോ സ്റ്റാൻഡിൽ വന്നിട്ടല്ലേ? ഞാൻ ചോദിച്ചു, ഈ ഒരു ദിവസം നമ്മൾ കിട്ടുന്ന ലാഭം കൊണ്ട് നമുക്ക് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. അത്രയൊന്നും ഓട്ടമൊന്നും ഇല്ല. കുട്ടികളുടെ ഓട്ടം കുറവാണ്. എല്ലാവരും വണ്ടിയൊക്കെ എടുത്തതിനെ കൊണ്ടേ നമുക്കൊന്നും ഓട്ടമൊന്നും ഇല്ല. ഒരുപാട് ആട്ടോ ഉണ്ട് ഇവിടെ അല്ലേ? ഇഷ്ടംപോലെ ആട്ടവും ഉണ്ട് ഇവിടെ. അപ്പൊ പിന്നെ കഷ്ടപ്പാട് തന്നെ. വാടക പോലും ചില സമയത്ത് കൊടുക്കാൻ പറ്റുന്നില്ല. വീടെന്നൊരു സ്വപ്നം ഇതൊരു സാക്ഷാത്കരിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ നിത്യചെലവ് നടക്കും അല്ലേ? നിത്യവൃത്തി പോകുന്നു. വീട്ടിൽ എഴുതി കൊടുത്തിട്ട് പോലും നമുക്കൊരു വകയും ഒരു കാര്യമാണ്. ലൈഫിന് വേണ്ടി എഴുതി കൊടുത്തോ? എല്ലാം എഴുതി കൊടുത്തു. സ്വന്തമായിട്ട് ഭൂമിയെല്ലാം ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. കൂട്ടിക്കട സ്റ്റാൻഡിലെ ഏക വനിതാ ഓട്ടോ ഡ്രൈവറാണ് ഷഹബാനത്ത്. പിന്നെ ഈ പറയുന്ന കണക്ക് ഇപ്പോഴത്തെ ഓട്ടോ അനുസരിച്ചൊക്കെ എന്ന് പറയുന്നത് വലിയ പാടാണ്. മുന്നോട്ട് പോകാനൊക്കെ വലിയ പാടാണ്. പിന്നെ അത് പെണ്ണല്ലേ കൊണ്ട് തൃപ്തിപ്പെട്ടൊക്കെ ജീവിച്ചു. ഒരു മോളും ഉണ്ട്. കുടുംബം ജീവിച്ചാലേ പറ്റൂ. പഠിക്കുന്ന വീട് വാടക ഇതൊക്കെയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. രണസ്മരണകൾ പുതുക്കി ഓച്ചിറ കളിക്ക് തുടക്കം. കളരികളിൽ ആചാരങ്ങളോടെ കളരി പൂജയും കാഴ്ചക്കളിയും നടത്തി 1 മാസത്തെ പരിശീലനം പൂർത്തിയാക്കിയാണ് കളിസംഘങ്ങൾ പടപ്പുറപ്പാട് നടത്തുന്നത്. ഓണാട്ടുകരയിലെ യോദ്ധാക്കളുടെ പോരാട്ട വീര്യം പൂർണ്ണമായി പരബ്രഹ്മഭൂമിയിൽ സമർപ്പിച്ച് തിങ്കളാഴ്ച ഓച്ചിറക്കളി സമാപിക്കും. ഓച്ചിറക്കളിയോട് അനുബന്ധിച്ചുള്ള കാളച്ചന്തയും കന്നുകാലി കാർഷിക പ്രദർശനവും 17 മുതൽ 19 വരെ പടനിലത്ത് നടക്കും. മുഴങ്ങിയതോടെ കളിസംഘങ്ങൾ ക്ഷേത്ര ഭരണസമിതി ഓഫീസിനു മുന്നിൽ അണിനിരുന്നു. ഋഷഭവീരന്മാരുടെയും വിവിധ വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയുള്ള കരഘോഷയാത്ര കിഴക്ക് പടിഞ്ഞാറ് ആൽത്തറകൾ 8 കണ്ടം
ഒണ്ടിക്കാവ്, തകിടിക്കണ്ടം, ഗണപതി ആൽത്തറ, മഹാലക്ഷ്മിക്കാവ് എന്നിവിടങ്ങളിൽ പ്രദക്ഷിണം ചെയ്ത ശേഷം ക്ഷേത്ര ഭരണസമിതി ഓഫീസിന് മുന്നിലെത്തി കിഴക്കും പടിഞ്ഞാറും 2 കരകളായി പിരിഞ്ഞു. ിറങ്ങി അംഗം കുറിച്ച് പോരാട്ടം ആരംഭിച്ചു. കൈലാസനാഥൻ കുടികൊള്ളുന്ന ഓച്ചറമണ്ണ്, ഈ ഓച്ചറമണ്ണെന്ന് ജന്മദിനാഘോഷം ലളിതമാക്കി ശിശുക്ഷേമ സമിതിയുടെ പഠനമിത്ര പദ്ധതിക്ക് പഠനോപകരണങ്ങൾ നൽകി അഞ്ചൽ സ്വദേശികളായ ദമ്പതികൾ. പുനലൂർ RDO G സുരേഷ് ബാബു, ജില്ലാ ശിശുക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് D ഷൈൻദേവ് എന്നിവർ ചേർന്ന് പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങി. ജന്മദിനത്തിൽ കൊല്ലം ശിശുക്ഷേമ സമിതി പഠനമിത്ര പദ്ധതിക്ക് സമ്മാനങ്ങൾ നൽകി ധ്വനിമോളുടെ രക്ഷിതാക്കൾ മാതൃകയായി. കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകി സഹായിക്കുന്ന പഠനമിത്രം പരിപാടിയിലേക്ക് ജന്മദിനാഘോഷങ്ങൾ ലളിതമാക്കിയാണ് ശിശുക്ഷേമ സമിതിയുടെ പഠനമിത്ര പദ്ധതിക്ക് പഠനോപകരണങ്ങൾ നൽകിയത്. അഞ്ചൽ ചെമ്പകരാമനല്ലൂർ അതുല്യയിൽ അഖിൽ ജയപാലന്റെയും ഡോക്ടർ ദിവ്യമോളുടെയും മകൾ ധ്വനിയുടെ 5ാം പിറന്നാൾ ആഘോഷ ദിനത്തിലാണ് കൂട്ടുകാർക്ക് പഠനോപകരണങ്ങൾ നൽകി മാതൃകയായത്. ആവശ്യമുള്ളത്, കുറേ പേരുടെ കുറേ നഷ്ടപ്പെട്ടത്, സോ ഇതെല്ലാം വെച്ചിട്ട് ഞങ്ങൾ ഈ പ്രാവശ്യം പ്ലാൻ ചെയ്ത് എല്ലാ വർഷവും നമ്മൾ കുറേ പൈസ കളയുന്നു, കുറേ പാർട്ടീസ് നടത്തി. സോ ഈ പ്രാവശ്യം വേണ്ട, അത് ഈ ഒരു പൈസ നമ്മൾ കളയുന്ന പൈസ ആർക്കെങ്കിലും ഒരു ഉപകാരത്തെ പറഞ്ഞ് ഞങ്ങൾ ഈ ഒരു പ്രവൃത്തികൾ ചെയ്തത്. ഇതിൽ സത്യം പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് അവിടെ പോയി അത് കൊടുക്കണമെന്നുണ്ടായിരുന്നു. എന്നോട് ഇതുവരെ ചോദിച്ചു, മമ്മി നമ്മൾ പോയി കൊടുക്കുമോ? സോ ഞാൻ പറഞ്ഞു ഇല്ല മോളെ, അവർ വന്ന് കൊണ്ടുപോകത്തേ ഉള്ളൂ. സോ ഇതൊരു സന്തോഷം തന്നെ. എല്ലാ വർഷവും ഇത് ഇനി ഇതേപോലെ തുടരണമെന്ന് ഞങ്ങൾക്കുണ്ട്. പുനലൂർ RDO G സുരേഷ് ബാബു, ജില്ലാ ശിശുക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് D ഷൈൻദേവ് എന്നിവർ പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങി. പുനലൂർ സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് K ബാബു പണിക്കർ, ശിശുക്ഷേമ സമിതി ജില്ലാ ട്രഷറർ അജിത് പ്രസാദ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ R മനോജ്, കറവൂർ L വർഗീസ്, ഹരികുമാർ, അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ പ്രസിഡന്റ് മൊയ്തു അഞ്ചൽ എന്നിവർ പങ്കെടുത്തു. എന്തായാലും ധ്വനിയുടെ ജന്മനാൾ, ധ്വനി ഇതൊന്നും അറിയുന്നില്ല. യഥാർത്ഥത്തിൽ ഈ അച്ഛനെയും അമ്മയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത്. കാര്യം ഇത് കാണുന്ന കുഞ്ഞിന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും നന്മ ഒരു കാലത്തും പോകത്തില്ല. കാര്യം തുടക്കത്തിലേ കണ്ടുവരുന്നത് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നന്മയുള്ള പ്രവൃത്തികളാണ് കണ്ടുവരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ജീവിതം എപ്പോഴും നന്മ നിറഞ്ഞത് തന്നെ ആയിരിക്കും. അതിൽ യാതൊരു തൃപ്തിയില്ല. കല്ലുപെൻസിൽ ഒടിച്ചു കൊടുക്കുന്ന പഴയ തലമുറകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലേക്കുള്ളൊരു പടം കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലത്ത് റിലീസായതാണ്. അപ്പോൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ സൗകര്യങ്ങളുള്ള ആഹാരത്തിൻ്റെ കാര്യത്തിലായാലും നമ്മളൊക്കെ ന്യൂജൻ രീതിയിൽ ആർക്കും ആരോടും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാതെ ഒരു പുതിയ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിലുള്ള സ്ക്രീൻ ടൈം കൂടുതലാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൃഷ്ണപുരം നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റിത്തെരുവിൽ പ്രതിഷേധ സമ്മേളനം നടത്തി. KC വേണുഗോപാൽ MPക്കെതിരെ ആക്ഷേപകരമായ പരാമർശം നടത്തിയ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചും ക്ഷേമനിധി പെൻഷനുകൾ 1.5 വർഷമായി വിതരണം ചെയ്യാതെ പെൻഷൻ ഗുണഭോക്താക്കളെ കബളിപ്പിക്കുന്ന പിണറായി സർക്കാരിന്റെ നിലപാടിനെതിരെയുമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. KC വേണുഗോപാൽ MPക്കെതിരെ ആക്ഷേപകരമായ പരാമർശം നടത്തിയ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധ സമ്മേളനം നടത്തിയത്. കൃഷ്ണപുരം നോർത്ത് മണ്ഡലം കമ്പനി കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുറ്റിത്തെരുവിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. KPCC സെക്രട്ടറി N രവി ഉദ്ഘാടനം ചെയ്തു. ക്ഷേമ പെൻഷൻ സമയാസമയങ്ങളിൽ കൊടുക്കാതെ കുടിശ്ശിക വരുത്തിക്കൊണ്ട് അതെന്തെങ്കിലും തെരഞ്ഞെടുപ്പും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി അതിലൂടെ വോട്ട് നേടാമെന്ന തന്ത്രം സ്വീകരിച്ചതിനെതിരായിട്ടാണ് KC വേണുഗോപാല് ശക്തമായ പ്രതിഷേധം യോഗത്തിൽ പ്രകടിപ്പിച്ചത്. അതിന്റെ പേരിൽ KC വേണുഗോപാലിനെ ആക്ഷേപിക്കുവാനും ക്ഷേമ പെൻഷൻ കിട്ടുന്നവരെ
ആക്ഷേപിക്കുന്ന തരത്തിൽ, അവരെ അപമാനിക്കുന്ന തരത്തിൽ. മണ്ഡലം പ്രസിഡന്റ് കെ നാസർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി, കെ വി രജികുമാർ, ഹബീബുള്ള, എം നദീർ, തണ്ടളത്ത് മുരളി, എൻ ഗോപിനാഥ്, അബ്ദുൾ സലാം, ഡാനിയൽ തമ്പി, ആർ വിജുകുമാർ, കെ രാജു, കെ കൊച്ചുചെറുക്കൻ തുടങ്ങിയവർ പങ്കെടുത്തു. ക്ഷേമ പെൻഷനുകൾ 1.5 വർഷമായി വിതരണം ചെയ്യാതെ പെൻഷൻ ഗുണഭോക്താക്കളെ പിണറായി സർക്കാർ കബളിപ്പിക്കുകയാണെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം. തഴവയിൽ വീടുകളിൽ വെള്ളം കയറി. തഴവ കുതിരപ്പന്തി സ്വദേശികളായ അജിത്തിന്റെയും യാസ്മിന്റെയും വീടുകളിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. വീട്ടിൽ താമസിക്കാൻ കഴിയാതെയായതോടെ ബന്ധുവീട്ടിൽ അഭയം തേടിയിരിക്കുകയാണ് കുടുംബാംഗങ്ങൾ. തഴവ കുതിരപ്പന്തി അനന്തപുരയിൽ അജിത്തിന്റെയും യാസിമിന്റെയും വീട്ടിലാണ് വെള്ളം കയറിയത്. തീപ്പുരമുക്ക് മുതൽ തെക്കോട്ടൊഴുകി വരുന്ന ജലം കണ്ണമ്പള്ളി ജംഗ്ഷനിലെത്തി പുരയിടത്തിലേക്ക് ഇറങ്ങുന്നതാണ് വെള്ളക്കെട്ടിന് കാരണം. വലിയ പമ്പുകൾ ഉപയോഗിച്ച് ജലം ഒഴുക്കിവിടുകയാണ് കുടുംബം. വയോധികരുൾപ്പെടെയുള്ളവരാണ് ഇവിടെ താമസിക്കുന്നത്. വീട് വാസയോഗ്യമല്ലാതായതോടെ കുടുംബ വീടുകളിൽ അഭയം തേടിയിരിക്കുകയാണ് ഇവർ. വീടിന് ചുറ്റും വെള്ളക്കെട്ടായതോടെ ഏറെ ബുദ്ധിമുട്ടാണ് ഇവർ അനുഭവിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തഴവ. പ്രധാന വാർത്തകൾ വീണ്ടും. യുവാവ് കായലിൽ വീണു മരിച്ചു. കൊല്ലം തങ്കശ്ശേരി സ്വദേശി സിനാൻ ഷാനവാസ് ആണ് മരിച്ചത്. 20 വയസ്സായിരുന്നു. ദലിത് ജീവനക്കാരിയുടെ സീറ്റിൽ ശുദ്ധികലശം നടത്തിയ സംഭവം. കർശന നടപടി വേണമെന്ന് KPMS കുണ്ടറ താലൂക്ക് യൂണിയൻ കമ്മിറ്റി. കേരളത്തിൽ അടുത്ത കാലത്തായി പട്ടികജാതി വർഗ പീഡനങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും കുറ്റപ്പെടുത്തൽ. മരം വീണ് ഗതാഗത തടസ്സം. KP റോഡിൽ നൂറനാട് ലെപ്രസി ആശുപത്രിക്ക് സമീപമാണ് സംഭവം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. രണസ്മരണകൾ പുതുക്കി ഓച്ചിറക്കളിക്ക് തുടക്കം. കളരികളിൽ ആചാരങ്ങളോടെ കളരി പൂജയും കാഴ്ചക്കളിയും നടത്തി. പോരാട്ട വീര്യം പൂർണ്ണമായി പരബ്രഹ്മഭൂമിയിൽ സമർപ്പിച്ച് തിങ്കളാഴ്ച ഓച്ചിറക്കളി സമാപിക്കും. കാളച്ചന്തയും കന്നുകാലി കാർഷിക പ്രദർശനവും 17 മുതൽ 19 വരെ പടനിലത്ത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.